അസ്സാം വലൈക്കും വറഹമത്തല്ലാഹി വബർക്കാത്തുഹു. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ആരോഗ്യജാലകം യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്ന് നമ്മളെ കൂടെയുള്ളത് അക്യു മാസ്റ്റർ ഷുഹൈബ് റിയാലു സാറാണ്. നമ്മുടെ പ്രിയ ഗുരുനാഥനും കൂടിയാണ്. ഇപ്പോൾ കേൾക്കാനിടയായി സാറേ, ബ്രെയിൻ വാഷ് എന്ന് പറഞ്ഞിട്ട് അക്യുപഞ്ചർ പഠനം യഥാർത്ഥത്തിൽ ബ്രെയിൻ വാഷ് ആണോ? ബ്രെയിൻ വാഷ് എന്നുള്ള വാക്ക് നമ്മൾ മനസ്സിലാക്കേണ്ടത്, പൊതുവെ ഏതെങ്കിലും അർത്ഥത്തിൽ ഒരാളുടെ സമ്പത്ത് അപഹരിക്കാനോ അല്ലെങ്കിൽ തെറ്റായ ഒരു കാര്യം ഒരാളെ പറഞ്ഞ് വിശ്വസിപ്പിക്കാനോ അങ്ങനെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ഒരാളെ ഏതെങ്കിലും അർത്ഥത്തിലുള്ള ഇടപെടൽ നടത്താനൊക്കെ സാധാരണ ഒരു ആളുകൾ ചെയ്യുന്ന പ്രവർത്തനം ബ്രെയിൻ വാഷ് എന്ന് പറയാം. പക്ഷേ സാധാരണഗതിയിൽ നിങ്ങൾ വാഷിംഗ് എന്ന വാക്കെടുക്കുകയാണെങ്കിൽ വൃത്തിയാക്കുക. നമ്മൾ വസ്ത്രം അലക്കാറുണ്ട്, വാഷ് ചെയ്യാറുണ്ട്, കാറ്, അതേപോലെ തന്നെ വീട്, ബാത്റൂമൊക്കെ വാഷ് ചെയ്യാറുണ്ട്, പാത്രങ്ങൾ വാഷ് ചെയ്യാൻ നമുക്ക് അല്ലേ. അപ്പം വാഷ് ചെയ്യുക എന്ന് പറഞ്ഞാൽ വൃത്തിയാക്കുക എന്നർത്ഥമാണ്. അപ്പോൾ ബ്രെയിൻ വാഷിംഗ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ബ്രെയിനിലുള്ള തെറ്റായ അന്ധവിശ്വാസങ്ങളെ നീക്കി വൃത്തിയാക്കുക എന്ന ഒരു അർത്ഥത്തിൽ നിങ്ങൾ ചിന്തിക്കുകയാണെങ്കിൽ വളരെ നല്ല കാര്യമാണ്. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, മനുഷ്യർ അനുഭവിക്കുന്ന ആരോഗ്യ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരവുമില്ല എന്ന് വിശ്വസിച്ച നമ്മുടെ സമൂഹത്തിൽ പല ആളുകളും അവരുടെ എല്ലാതരം ചികിത്സ ഉപയോഗപ്പെടുത്തൽ കഴിഞ്ഞ ശേഷം ഇനി എനിക്ക് രക്ഷയില്ല, ദൈവമേ എന്നെ കാക്കണമേ എന്ന് കരഞ്ഞ് പ്രാർത്ഥിച്ച ആളുകൾ പലർക്കും അക്യുപഞ്ചർ ചികിത്സ ഉപയോഗപ്പെടുത്താൻ അവസരമുണ്ടായപ്പോൾ സ്വാഭാവികമായും മറ്റ് ചികിത്സകൾ കൊണ്ട് മാറാത്ത ആരോഗ്യ പ്രശ്നങ്ങൾ അക്യുപഞ്ചർ ചികിത്സയിൽ മാറിയപ്പോൾ സ്വാഭാവികമായും ആ ചികിത്സയോടുള്ള സ്നേഹവും ആദരവും ബഹുമാനവും ഒക്കെ തന്നെ പലപ്പോഴും കാണാറുണ്ട്. എത്രത്തോളം ചോദിച്ചാൽ, ചികിത്സകനോടുള്ള വല്ലാത്തൊരു ആത്മബന്ധം സൃഷ്ടിക്കുകയും പലപ്പോഴും ചികിത്സകനെ ദൈവതുല്യനായി കാണുകയും ഒക്കെ ചെയ്യുന്ന കാഴ്ചകൾ കാണാൻ കഴിയുന്നുണ്ട്. ഏതായാലും ഇങ്ങനെ ഒരു ചികിത്സ അനുഭവമുള്ള ഒരാൾ ജീവിതകാലം മുഴുവൻ ഇനി എനിക്ക് രക്ഷയില്ല എന്ന് വിചാരിച്ച ഒരു സാഹചര്യത്തിൽ നിന്നും അക്യുപഞ്ചർ ചികിത്സയുടെ രോഗം സുഖപ്പെട്ട ശേഷം സാധാരണ ഇഷ്ടമുള്ള ആഹാരം കഴിക്കാനും എല്ലാ അർത്ഥത്തിലും സുഖമുള്ള ജീവിതത്തിലേക്ക് എത്തുമ്പോൾ അയാളുടെ ഉള്ളിൽ നിലവിൽ വലിയ വലിയ ഡോക്ടർമാർ, 8-10 കൊല്ലം പഠിച്ച ഡോക്ടർമാർ, MBBS, MD, FRCS, ഇങ്ങനെ ഒരുപാട് ഡിഗ്രി എടുത്ത ഡോക്ടർമാർ, ഇവരൊക്കെ മാറി മാറി കാണിച്ചിട്ട് മാറാത്ത രോഗം ഈ ഒരു വർഷം മാത്രം അക്യുപഞ്ചർ പഠിച്ച അക്യുപഞ്ചർ ചികിത്സകരുടെ ചികിത്സ കൊണ്ട് മാറുമ്പോൾ ഈ രോഗിയെ സംബന്ധിച്ച് 8-10 കൊല്ലം പഠിച്ച 10-20 കൊല്ലം എക്സ്പീരിയൻസ് ഉള്ള വലിയ അലോപ്പതി ഡോക്ടർമാരെക്കാൾ കൂടുതൽ ഈ ഒരു അക്യുപഞ്ചർ ചികിത്സകൻ ഒരു മഹാനായി തന്നെ അയാളുടെ മനസ്സിൽ സ്ഥാനം ലഭിക്കുന്നു. ഇങ്ങനെ വരുമ്പോൾ അയാൾ പിന്നെ അക്യുപഞ്ചർ പഠിക്കുന്ന അടുത്ത ഘട്ടത്തിലേക്ക് കടന്നു വരുമ്പോൾ അക്യുപഞ്ചർ പഠിക്കുകയും ഇങ്ങനെ അക്യുപഞ്ചർ പഠിച്ച ശേഷം രോഗം എന്താണെന്നും രോഗം എങ്ങനെ വരുന്നു എന്നും രോഗം സുഖപ്പെടാൻ എന്താണ് ചെയ്യേണ്ടതെന്നും വ്യക്തമായി ബോധ്യപ്പെട്ട ഒരാളെ സംബന്ധിച്ച് അലോപ്പതി മരുന്നിലൂടെ മാറാത്ത രോഗങ്ങൾ അക്യുപങ്ക്ചറിലൂടെ മാറുന്നു എന്ന് നിരീക്ഷിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് പിന്നീട് അലോപ്പതിയോട് വലിയ ആദരവും ബഹുമാനമൊന്നും ഉണ്ടാവില്ല. ഏതുപോലെ ചോദിച്ചാൽ, നമുക്കറിയാം നമ്മുടെ നാട്ടിൽ ഒട്ടേറെ മദ്യപാനികളുണ്ട്, ഒട്ടേറെ കഞ്ചാവിനും അതുപോലെ മയക്കുമരുന്നുകൾക്കും അടിമയായ ആളുകളുണ്ട്. അവർ തിരിച്ച് സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങി വരണമെന്ന് അറിയില്ല. എന്നാൽ സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങി വരുന്ന ആളുകൾ പിന്നീട് ഒരിക്കലും അയാൾ മയക്കുമരുന്നിലേക്കോ ലഹരിയിലേക്കോ പോകില്ല. നമുക്കറിയാം, ഇങ്ങനെ അയാൾക്കുണ്ടാകുന്ന സമൂലമായ മാറ്റം ഇതൊരു ബ്രെയിൻ വാഷാണ്. എന്ന് വെച്ചാൽ ഇനി ഒരിക്കലും അയാൾ വീണ്ടും ഒരു മദ്യപാനി ആവില്ല, അല്ലെങ്കിൽ വീണ്ടും ഒരു മയക്കുമരുന്നിന് ആസക്തിയുള്ള വ്യക്തിയായി മാറാൻ അയാൾ ആഗ്രഹിക്കില്ല. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, അയാളുടെ ആ ഒരു ജീവിതം ഭാര്യയെ സ്നേഹിക്കാത്ത, മക്കളെ സ്നേഹിക്കാത്ത, സഹോദരന്മാരെ സ്നേഹിക്കാത്ത, കുടുംബ ബന്ധങ്ങൾക്ക് വില കൽപ്പിക്കാത്ത, ഒരു മനുഷ്യനും വില കൽപ്പിക്കാത്ത വെറും ഒരു ബുദ്ധി മരവിച്ച ഒരു വ്യക്തിയായി ജീവിക്കുമ്പോൾ പലപ്പോഴും ഭാര്യയെ വല്ലാതെ ഉപദ്രവിച്ചിരുന്നു, മക്കളെ ശകാരിച്ചിരുന്നു, ആക്രമിച്ചിരുന്നു, പ്രയാസപ്പെടുത്തിയിരുന്നു. ഇങ്ങനെ പലപ്പോഴും മക്കൾ തന്നെ മാതാപിതാക്കളെ കൊല ചെയ്ത സംഭവങ്ങൾ പോലും വാർത്തയായിട്ടുണ്ട്. ഇത്തരം ഘട്ടങ്ങളൊക്കെ തന്നെ അയാളുടെ ജീവിതത്തിൽ ഉണ്ടായ ശേഷം ഈ തെറ്റുകളൊക്കെ തന്നെ തൻ്റെ ജീവിതത്തിൽ സംഭവിച്ചു പോയ വലിയ പാതകമാണെന്ന് ബോധ്യപ്പെടുന്ന വ്യക്തി പിന്നീട് ഒരിക്കലും നേർമാർഗം സിദ്ധിച്ച ശേഷം വഴിപിഴപ്പിലേക്ക് പോകാൻ ആഗ്രഹിക്കില്ല എന്നുള്ള പൊതു സത്യമാണെങ്കിൽ ഈ കാര്യം പോലെയാണ് അക്യുപങ്ക്ചർ പഠിച്ച ഒരാൾ. വലിയ കൊട്ടാരങ്ങളും വലിയ വലിയ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലും
വലിയ വലിയ അറിവ് നേടി അല്ലെങ്കിൽ ശാസ്ത്രം പുരോഗമിച്ചെന്നൊക്കെ വലിയ തോതിൽ അഹങ്കരിക്കുകയൊക്കെ ചെയ്യുന്ന ഈ അലോപ്പതി ഡോക്ടർമാരുടെ ചികിത്സയിലൂടെ രോഗങ്ങളൊന്നും സുഖപ്പെടുന്നില്ല എന്നുള്ളതും അക്യുപഞ്ചർ ചികിത്സ രോഗം സുഖപ്പെടുത്തുന്ന ബോധ്യപ്പെടുന്ന ഒരാൾ പിന്നീട് ആര് പറഞ്ഞാലും അക്യുപഞ്ചർ ചികിത്സ ഉപേക്ഷിക്കാൻ തയ്യാറാവുന്നില്ല എന്ന ഘട്ടം വരുമ്പോൾ അങ്ങനെ ഒരു അക്യുപഞ്ചർ പഠിച്ച പഠിതാവിനെ പറ്റി പൊതുവെ ജനങ്ങൾ ഉപയോഗിക്കുന്ന വാക്കാണ് ഇയാൾ ബ്രെയിൻ വാഷ് ചെയ്യപ്പെട്ടിരിക്കുന്നു എന്നുള്ളത്. വാസ്തവത്തിൽ ഇയാൾ തിരിച്ചറിവ് നേടിയിരിക്കുന്നു എന്നാണ് പറയേണ്ടതെങ്കിൽ പറയുന്ന വാക്ക് ഇയാൾ ബ്രെയിൻ വാഷ് ചെയ്യപ്പെട്ടിരിക്കുന്നതാണെങ്കിൽ ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് സത്യത്തിൽ അയാൾ ബ്രെയിൻ വാഷ് ചെയ്യപ്പെട്ടിരിക്കുന്നു. കാരണം അയാളുടെ ഉള്ളിൽ ഏതുപോലെ മയക്കുമരുന്നും അതേപോലെ മറ്റ് ലഹരി ഉപയോഗങ്ങളും ഉപയോഗിച്ച ഒരാൾ, ഇത് അയാൾക്ക് അപകടമാണ്, ഇങ്ങനെയുള്ള മനുഷ്യനായില്ല ഞാൻ ജീവിക്കേണ്ടത് എന്ന ഒരാൾക്ക് ബോധോദയം ഉണ്ടാകുന്നത് പോലെയുള്ളൊരു ബ്രെയിൻ വാഷ് അയാൾക്ക് സംഭവിച്ചിട്ടുണ്ട്. അത് അയാൾക്ക് നന്മ മാത്രമാണ്. അത് ഉൾക്കൊള്ളാൻ തയ്യാറാകാത്ത ഒരു സമൂഹമാണ് ഇയാളെ കുറ്റപ്പെടുത്തുന്നത് എന്നുള്ള കാര്യം നമ്മൾ തിരിച്ചറിയുക. ഏതായാലും നാം ഓരോരുത്തരും നമ്മുടെ ജീവിതത്തിൽ മാറില്ല എന്ന് കേൾക്കുന്ന അനുഭവിക്കുന്ന വലിയ വലിയ രോഗങ്ങളുണ്ട്. പലരും രോഗങ്ങളുടെ പേര് പോലും പറയാൻ ഭയക്കുന്നുണ്ട്. രോഗങ്ങളെപ്പറ്റി ഓർക്കുമ്പോൾ വിയർക്കുന്ന ആളുകളുണ്ട്. രോഗത്തെപ്പറ്റി ഓർക്കുമ്പോൾ തല പെരുക്കുന്ന ആളുകളുണ്ട്. അത്തരം രോഗങ്ങളുടെ പേരുകൾ കേൾക്കുമ്പോൾ ഇതൊക്കെ മാറാത്ത രോഗമാണെന്ന് പറയുമ്പോൾ ഇത്തരം ആരോഗ്യ പ്രശ്നങ്ങൾ അക്യുപഞ്ചർ ചികിത്സയിൽ സുഖപ്പെടുന്നു എന്നുള്ള സത്യം നിങ്ങൾ മനസ്സിലാക്കുക. പലരും അവരുടെ ജീവിതം ഇനി അവസാനിച്ചിരിക്കുന്നു, ഇനി എനിക്ക് ജീവിതമേ ഇല്ല, എൻ്റെ ജീവിതം നശിച്ചു പോയി, ഇനി എനിക്ക് ഒരു പ്രതീക്ഷയുമില്ല എന്നൊരു അവസ്ഥയിൽ നിന്നും അക്യുപഞ്ചർ ചികിത്സ ഉപയോഗപ്പെടുത്തുകയും പൂർണ്ണാർത്ഥത്തിൽ ആരോഗ്യവാനായി മാറുകയും അങ്ങനെ ആ ആരോഗ്യം വീണ്ടെടുത്ത ശേഷം അക്യുപഞ്ചർ പഠിക്കുകയും ചെയ്യുമ്പോൾ ആ പഠനശേഷം അയാളുടെ നിരീക്ഷണം ആരോഗ്യം എങ്ങനെ കാക്കാം എന്നുള്ള ബോധ്യം അയാൾക്കുണ്ടാകുന്ന ഒരു വ്യക്തമായ ഒരു അഭിപ്രായ രൂപീകരണം അയാളുണ്ടാകുമ്പോൾ അയാൾ സ്വാഭാവികമായും നിലവിൽ ലോകം മുഴുവൻ അങ്ങേയറ്റം ആദരിക്കുന്ന ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ ഏറ്റവും ഉത്തംഗതിയിൽ ഉണ്ട് എന്നൊക്കെ തന്നെ അവകാശപ്പെടുന്ന അലോപ്പതി വൈദ്യശാസ്ത്രത്തിനെ പുല്ല് വില കൽപ്പിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ ബ്രെയിൻ വാഷ് ചെയ്യപ്പെട്ടിരിക്കുന്നു എന്നുള്ളതെങ്കിൽ തീർച്ചയായും നിങ്ങൾ തിരിച്ചറിയുക. ഇതൊരു തിരിച്ചറിവാണ്. ഈ തിരിച്ചറിവിലൂടെ നിങ്ങളും എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന ഏതൊരാൾക്കും നിങ്ങൾ അനുഭവിക്കുന്ന ആരോഗ്യ പ്രശ്നങ്ങൾക്ക് ഇനി പരിഹാരം ഏതുമില്ല എന്ന് ദുഃഖിച്ച് കരഞ്ഞ് പ്രയാസപ്പെട്ട് ഇനി വേറെ വഴിയില്ല, ഇനി ജീവിതകാലം മുഴുവൻ ഞാൻ ഇങ്ങനെ തന്നെ ജീവിക്കണം എന്നൊരു ഗതികേടിലാണുള്ളതെങ്കിൽ നിങ്ങൾക്ക് ആ ഗതികേടിൽ നിന്ന് പുറത്തു വരാൻ അക്യുപഞ്ചർ ഒരുപക്ഷെ പ്രയോജനമുള്ള ചികിത്സയായിരിക്കാം. അതുകൊണ്ട് അതിനെപ്പറ്റി അടുത്തറിയാനും അത് ഉപയോഗപ്പെടുത്താനും അത് നിങ്ങളുടെ ജീവിതം തിരിച്ചു പിടിക്കാൻ നിങ്ങളെ സഹായിച്ചേക്കാം എന്ന് ഞാൻ തിരിച്ചറിയുന്നു. അങ്ങനെ നമ്മുടെ മലയാളികൾ, നിത്യരോഗികളായ മലയാളികൾ പലപ്പോഴും കിടപ്പറ തടവറ പോലെ ആക്കപ്പെട്ടുള്ള മലയാളികൾക്ക് ഒരു മോചനമാണ് അക്യുപഞ്ചർ ചികിത്സ എന്ന് ഉണർത്തിക്കൊണ്ട് ആരെങ്കിലും പറഞ്ഞ വാക്കുകൾ കേൾക്കാതെ നിങ്ങളുടെ ജീവിതം നിങ്ങൾക്ക് സന്തോഷവും സമാധാനവും ഉള്ളതാക്കാൻ ഈ ചികിത്സ പ്രയോജനപ്പെടുത്തുക എന്ന് പറഞ്ഞതിൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. താങ്ക് യു.